നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരെത്ര നിർബന്ധിച്ചാലും ആ സ്വർണം നീ ഇവിടെ വാങ്ങി വെക്കാൻ പാടില്ലായിരുന്നു. സച്ചി സാറിന്റെ പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാ. അത് സത്യന്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞതാ ഇന്ദ്രേട്ടാ. ഒരു കാരണവശാലും ഞാനത് വാങ്ങി വെക്കില്ലെന്ന് പറഞ്ഞതാ. അവസാനം പ്രതിഭയുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് തൽക്കാലം ഇതിവിടെ സൂക്ഷിക്കണമെന്ന് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാനതിവിടെ വാങ്ങിവെച്ചത്. അല്ലാതെ അവരുടെ സ്വർണം കൊണ്ട് എന്റെ ഭർത്താവിന്റെ കടം വീട്ടിക്കളയാന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യനൊരു എടുത്തുചാട്ടക്കാരനാ. അതുകൊണ്ട് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അവനവന്റെ ഭാര്യയുടെ സ്വർണ്ണമല്ല എന്നുള്ള അധികാരത്തില് അമ്മയുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് വാങ്ങിയപ്പോ അമ്മ ആകെ തകർന്നുപോയി. ഹർഷയുടെ വീട്ടിൽ വിഷമിച്ച് നിന്നിരുന്ന അമ്മ അവിടെ തളർന്നു വീണു. മക്കളെല്ലാരും കൂടി തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ പാവം ആന്റി മാനസികമായും ശാരീരികമായും തളർന്നു. പാവം വീട്ടിൽ വന്നതിനോട് കുറെ സങ്കടമൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങായിരുന്നു. പെട്ടെന്ന് നിന്ന് നിൽപ്പിലും കുഴഞ്ഞു വീണുപോയി. ആ ഇന്ദ്ര, പറയുമ്പോ വേറൊന്നും തോന്നരുത്. ആന്റിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഇന്ദ്ര, നീയാ അമ്മയുടെ ധൈര്യ ശക്തിയല്ല. അതുകൊണ്ട് സുശീൽ ആന്റി എപ്പോഴും കൂടെ നിർത്തണം. ഇളയ മകൻ കാരണം ചങ്ക് പൊട്ടി ഇറങ്ങിപ്പോയ അമ്മയെ മൂത്ത മകൻ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അനിയത്തിയോട് നോക്കാൻ പറയും. അവശയായിപ്പോയ അമ്മയെ 2 ദിവസം അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയ അവന്റെ ഭാര്യയുടെ വളയൊരു പോന്ന് കരുതിയായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളിയത്. ഇന്ദ്രേട്ടൻ എന്തിനാ അമ്മയെ അവിടെ കൊണ്ടുചെന്നാക്കേ? ഇവിടേക്ക് കൊണ്ടുവരാനല്ലേ ഹർഷ പറഞ്ഞത്? അങ്ങനെയൊന്നും അവള് പറഞ്ഞില്ല. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അവളും അമ്മ അതാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അവളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ദ്രേട്ടൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അതുപോട്ടെ, കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നെങ്കിലും ഇന്ദ്രേട്ടൻ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. പൊട്ടനല്ലേ ഞാൻ, പൊട്ടൻ. എന്നോട് എന്തിനാ ചൂടാവുന്നേ? അമ്മയെ ഇവിടെ എത്തിച്ചിട്ട് നമ്മളെ തമ്മിൽ അകറ്റാണ് ഹർഷയുടെ ഉദ്ദേശമെന്ന് ഇന്ദ്രേട്ടന് മനസ്സിലായെങ്കിൽ അവളുടെ മുഖത്താ ഒന്ന് പൊട്ടിക്കേണ്ടത്. അതിനുള്ള ധൈര്യം ഇന്ദ്രേട്ടൻ എന്തെങ്കിലും കാണിക്കൂ. വീണ്ടും മനുഷ്യൻ സ്വൈര്യമില്ലാതായി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന നല്ലത്. നിന്നോടല്ലോ സദ്യയൊന്നും വേണ്ടതുപോലെ ആയില്ലെന്ന് തോന്നുന്നു. മോന് ഇഷ്ടപ്പെട്ടോ എന്തോ? പിന്നെ ഇഷ്ടപ്പെടാതെ? നല്ല സദ്യയായിരുന്നു. അങ്കിളും ആന്റിയും കൂടി ഇത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് തന്നെ അത്ഭുതമല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ, അതാ സദ്യ ആകാന്ന് വെച്ചേ. ആ, ഇന്ന് രാത്രി നമുക്ക് നോൺ വെജ് കഴിക്കാം. അയ്യോ, രാത്രി ഇവിടെ നിൽക്കുന്നില്ല ആന്റി. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോ തന്നെ തിരിച്ചു പോകും. അതെങ്ങനെയാ മോനെ? മകളും മരുമകനും വിരുന്നിന് വന്നാ ഒരു രാത്രി ഇവിടെ തങ്ങിയിട്ടേ പോകാവൂന്ന. അങ്ങനെയൊന്നും ഇല്ല പ്രഭാവതി. മകളെ ദൂരെ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് അയപ്പിച്ച അവർക്ക് ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് പണ്ടുള്ളവർ പെണ്ണിനെയും ചെക്കനെയും ഒരു ദിവസം കഴിഞ്ഞേ വിടുള്ളൂ. അത് പിന്നീട് ആചാരമാക്കി മാറ്റി, അത്രേ ഉള്ളൂ.
ഈ വീടും സത്യന്റെ വീടും തമ്മിൽ 2 കിലോമീറ്ററിന്റെ അകലല്ലേ ഉള്ളൂ. അവർക്കാണെങ്കിൽ എപ്പോ വേണമെങ്കിലും വരും പോവൊക്കെ ചെയ്യാലോ. ശരി, നിങ്ങളിങ്ങനെ പറയുമ്പോ ഞാൻ നിർബന്ധിച്ചിട്ട് എന്താ കാര്യം? സമയമുള്ളപ്പോ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോളാം ആന്റി. അതുപോരെ? അത് മതി മോനെ. ആ അല്ല, നിങ്ങളെവിടേക്ക് യാത്രയൊന്നും പോകുന്നില്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ എങ്ങോട്ടെങ്കിലും ടൂറൊക്കെ പോകുന്നതല്ലേ ഇപ്പോഴത്തെ ഫാഷൻ? ഹ, അത് ടൂർ അല്ല പ്രഭാവതി, ഹണിമൂൺ ട്രിപ്പ് എന്നാണ് അതിന് പറയുന്നത്. മോൻ പായസം കഴിക്കും. ആ. അതും കൂടി കൂടിയാലേ സദ്യവട്ടം പൂർണ്ണാവുള്ളൂ. കൊള്ളാം, സൂപ്പർ. അമ്മയുടെ കൈപ്പുണ്യം കുറച്ചൊക്കെ പ്രതിഭയ്ക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ശ്യാമും സോനയും ഒക്കെ ഇവളുണ്ടാക്കുന്ന ഫുഡിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണെന്നാ പറയുന്നേ. അവര് പറയുന്നല്ലാതെ സത്യേട്ടന് അങ്ങനെ തോന്നിയിട്ടില്ല? പിന്നെ ഞാൻ അതിനെ പൊക്കി പറഞ്ഞാലേ അതിപ്പോ ഭാര്യ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നല്ലേ ബാക്കിയുള്ളവർക്ക് തോന്നൂ. ആ, അത് ശരിയാ. നമുക്ക് വേണ്ടതേ പുറത്തുനിന്നുള്ള റിസൾട്ടാ. പിന്നെ ആന്റി പറഞ്ഞ യാത്രയുടെ കാര്യം, ഞങ്ങൾ അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുറച്ച് കഴിയട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോ അതിന് അമ്മയുടെ സമ്മതം കൂടി വേണമല്ലോ. അത് വേണം. അമ്മ സമ്മതിക്കാതിരിക്കോ സത്യ? അതറിയില്ല. അമ്മയ്ക്ക് ഓരോ സമയത്തും ഓരോ മൂടാണല്ലോ. ചോദിച്ചിട്ട് സമ്മതിക്കാതിരുന്നാ അത് പിന്നീട് ഒരു പ്രയാസമാവും. അതുകൊണ്ട് ചോദിച്ചാൽ സമ്മതിക്കുന്നൊരു ഘട്ടം വരട്ടെ. അത് മതി. സുശീലയെ പിണക്കിക്കൊണ്ട് ഒരു കാര്യം ചെയ്യണ്ട. കുടുംബത്തിലെ സ്വസ്ഥതയില്ലാതെ എവിടെ യാത്ര പോയിട്ട് എന്താ കാര്യം? അമ്മയുടെ സമ്മതത്തോടെ മാത്രം നിങ്ങൾ പോയാ മതി. അമ്മ ഇതൊക്കെ സമ്മതിക്കുമായിരുന്നു. പക്ഷേ സത്യേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം തിരിച്ചു വാങ്ങി ഇന്ദ്രേട്ടന്റെ കടം വീട്ടാൻ കൊടുത്തോണ്ട് ഇനി മുതല് എല്ലാ കാര്യത്തിലും അമ്മ ഉടക്കി നിൽക്കാനാ സാധ്യത. അല്ല, സ്വർണം ഇന്ദ്രന് കൊടുത്തെന്നോ? എന്താ സത്യ ഇവള് പറയുന്നത്? ഞങ്ങള് കൊണ്ടു തന്ന സ്വർണത്തിന്റെ കാര്യമാണോ മോളെ നീ പറഞ്ഞേ? അതെ ആന്റി. ഇന്ദുവായിട്ടുള്ള കല്യാണം തീരുമാനിച്ചപ്പോ അമ്മ സത്യസാറിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു. അത് ഇന്ദ്രേട്ടനാ ചെലവാക്കിയത്. ആ കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കണമല്ലോ. ഇന്ദ്രേട്ടനും മണിയോടത്തെയും മാറി താമസിക്കുന്നതിന്റെ ദേഷ്യത്തില് ആ പണം ഏട്ടൻ ഉടനെ തിരിച്ചു കൊടുത്തേ പറ്റൂന്ന് ഒരു വാശിയിലായിരുന്നു അമ്മ. ഏട്ടനെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ ഭാര്യയുടെ സ്വർണം നൽകി ഞാൻ എന്റെ ഏട്ടനെ ഒന്ന് സഹായിച്ചു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഹേയ്, ഒരു തെറ്റുമില്ല. ഏട്ടനെ സഹായിക്കേണ്ടത് അനിയന്റെ കടമയല്ലേ? പ്രത്യേകിച്ച് ഇന്ദ്രനും സത്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ മകൾക്ക് കൊടുത്ത സ്വർണം ഉപയോഗപ്പെട്ടതില് എനിക്ക് സന്തോഷമുള്ളൂ മോനെ. താങ്ക്സ് അങ്കിൾ. പ്രതിഭേ, എന്നിറങ്ങാം. നമുക്ക് വീട്ടിലേക്ക് പോവാം.